ഞാനിപ്പോൾ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, മുത്തശ്ശിയുടെ അനിയത്തി മരിച്ച വിവരങ്ങളാണ് പറയാനുള്ളത്. അതെന്താ വെച്ചാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 ദിവസമൊന്നും വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കമന്റില്, പിന്നെ എന്താ 3 ദിവസം നിങ്ങൾക്ക് എന്താ പറ്റിയ, എന്തുകൊണ്ടാ നിങ്ങൾ വീഡിയോ ഇടാഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ഇടാഞ്ഞ. എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മളെല്ലാ കാര്യത്തിനും അല്ലേ അമ്മ, എല്ലാ കാര്യത്തിനും നമുക്കിപ്പോ ഒരു അസുഖം വന്നു കഴിഞ്ഞപ്പോ എനിക്ക് കാലുവേദന എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ വിവരം കൊണ്ട് വിളിച്ച് നമ്മുടെ അനിയത്തിയെ ചിറ്റശ്ശി എന്നാട്ടോ പറയാ. അപ്പൊ ചിറ്റശ്ശിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ആളുകൂടെ എത്തുകയായി. എന്നിട്ട് നമ്മളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എല്ലാ അസുഖവും കാര്യങ്ങളൊന്നും നോക്കാതെയാണ് ആള് എല്ലാവർക്കും വേണ്ടി ഒരു പരോപകാരം ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഇപ്പൊ അടുത്തും കൂടി ഞങ്ങളെ ബന്ധത്തില് ഞങ്ങള് വല്യമ്മാന്ന് പറയും. ഞാൻ ലീലേട്ടിന്നാ വിളിക്കാറ്. അവിടെ അവർക്ക് കാലിന് വേദനയൊക്കെ ഡോക്ടർ എല്ലിന്റെ ഡോക്ടർ നല്ല പരിചയമുണ്ട്. അവിടെ പോയി കാണിക്കുക പറഞ്ഞിട്ട് അവിടെ അവരെ പോയി കൊണ്ടേ കാണിച്ചിട്ട് മരുന്ന് കൊടുത്ത് കുറവുണ്ട് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ അടുത്ത് കാണാറായിരുന്നു. അപ്പോൾ പറഞ്ഞു 2 ദിവസമൊക്കെ ഒരു കല്യാണ നിശ്ചയത്തിന് പോവാണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുമ്പേ നമുക്ക് പോയി വരിക, ഡേറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പിന്നെ പോയിക്കളാം. എന്നാലും അവനാൻ്റെ അസുഖം നോക്കാതെയാണ് ആരുടെ കാര്യത്തിനും മുൻകൈ എടുത്ത് ഇറങ്ങുന്ന ഒരാളാണ്. എന്ത് കാര്യമായാലും. പിന്നെ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും അവനാനറിയാം. എത്ര വർഷം ഉണ്ടായിരുന്നു ഇവിടെ? ഒരു 13-14 വർഷമായിട്ടാണ് നിർത്തിയത്. കുറെ മുമ്പ് എന്റെ ചെറുപ്പത്തിൽ തന്നെ ഉള്ളതാണ്. 2-2.5 വയസ്സാവുമ്പോഴാണ് ഇതിന്റെ കോഴ്സിന് പോയത്. അന്ന് ഇവിടെ ഒന്നും ലാബ് ടെക്നീഷ്യന്റെ കോഴ്സില്ല. തളിപ്പറമ്പ് പോയിട്ടാണ് പഠിച്ചത്. അപ്പൊ അന്ന് എന്താ വെച്ചാ കുട്ടികളാരും ഇല്ല, മാത്രം മകളാണ്. അപ്പൊ കുറെ വർഷം കഴിഞ്ഞിട്ടാണ് മക്കൾ ഉണ്ടായത് കേട്ടോ, 2 ആൺകുട്ടികള്. ഇപ്പൊ അടുത്ത് നമ്മള് പിന്നെ കല്യാണത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരെങ്കിലും അറിയില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കൂട്ടോ. ഇപ്പൊ മനസ്സിലാക്കാം. എന്താന്ന് വെച്ചാല് ഒരു മാസം ആവണേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ പെട്ടെന്നായിരുന്നല്ലോ മേലാണ്ടായത്. അവനറിയാം സുഖം കണ്ടാലും ഞാൻ എന്ത് കാര്യം ഞാൻ ആർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ട് എന്തെങ്കിലും വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള പ്രതീക്ഷിക്കണം. അതുകൊണ്ട് എല്ലായിടത്തേക്കും യാത്ര ചെയ്തിട്ടും എല്ലായിടത്തേക്കും പുറപ്പെട്ടിട്ടും. അപ്പൊ ഈ കോഴ്സിന് പോയപ്പോ എന്താ വെച്ചാല് പ്രസീതിയും പുറപ്പെട്ടു. ഞാനുണ്ട് പിന്നെ ചിറ്റശ്ശിയുടെ ഒപ്പം. കുട്ടികളൊന്നുമില്ല, പിന്നെ എല്ലായിടം പോകുമ്പോ എന്നെ കൊണ്ടുപോകും. അത്രയും അത്രയൊന്നും ശ്രദ്ധിക്കുക. ഞാൻ അടുക്കളപ്പണി എന്തെങ്കിലും ചെയ്യാ, പിന്നെ കുട്ടികളെ നോക്കലും ഒക്കെ ചിറ്റശ്ശിയാണ്. അപ്പൊ ഈ പറഞ്ഞാല് അന്ന് 2-2.5 ദിവസം എന്നെ കാണാതെ 2.5 വയസ്സിൽ തളിപ്പറമ്പിൽ പോയ നിന്ന ആളാണ് പ്രസീത. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. 2-2.5 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെ 2 ദിവസം ഒന്നും ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവിടെ വന്നതിന്റെ ശേഷം പിന്നെ പ്രാക്ടീസ് ചെയ്തത് മഞ്ചേരി ഹോസ്പിറ്റലിൽ പോയിട്ടാണ്. കൊരമ്പ് ഹോസ്പിറ്റലിലാണ് പ്രാക്ടീസ് ഉണ്ടായത്. അതൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് സ്വന്തം ലാബ് ഇട്ടു. അപ്പൊ ഒരു ഉണ്ണി ഡോക്ടർ ബാലഗോപാലിന്റെ അവിടെ കുറച്ചു കാലം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തം ലാബ് ഇടുക ചെയ്തത്. അപ്പൊ സ്വന്തം പേരിൽ അന്ന് എന്താ വെച്ചാൽ വേറെ ആർക്കും കുട്ടികളായിട്ടില്ല. അപ്പൊ ഞാൻ പ്രസീതയുടെ പേരിലാണ് ലാബ് നടത്തുന്നത് പറഞ്ഞത്. അന്നത്തെ കീ ചെയിനാണ് പ്രസീത വെച്ചായിരുന്നു ഓർമ്മക്ക് കാണിക്കുമ്പോ നേരെ നമ്മുടെ ജെ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു ഈ ലാബ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇല്ല കേട്ടോ, ഇപ്പൊ അതൊക്കെ പൊളിച്ചു. അവിടെ വേറെ എന്തൊക്കെയോ ഇപ്പൊ റൂമുകളൊക്കെ ആയിട്ട് വേറെ ആളുകൾ ചെയ്യാണ്. അങ്ങനെ അന്നീ പറഞ്ഞാല് പരിചയം കൊണ്ട് എല്ലാരും ശ്രീദേവി എന്നാണ് പേര്. അപ്പൊ ശ്രീദേവിക്ക് എന്താ തോന്നുവെച്ചാ ആ സംഖ്യ തന്നാൽ മതി. വാടകയൊന്നും വല്ലാതെ ആരും വാങ്ങാറില്ല. എന്താ വെച്ചാ അങ്ങനെ ഒരു അത്രയ്ക്ക് എല്ലാവർക്കും വേണ്ടി പ്രിയപ്പെട്ട ഒരാളായിരുന്നു. അതെ. അപ്പോൾ ഉണ്ണി ഡോക്ടറെ കേസുകൾ മുഴുവൻ, ഉണ്ണി ഡോക്ടർ ഹാർട്ടിന്റെ സ്പെഷ്യലിസ്റ്റാണ്. അവിടെ വരുന്ന ടെസ്റ്റുകൾ മുഴുവനും അനിയത്തിക്കാണ് കിട്ടാറ്. അപ്പൊ അങ്ങനെ വീട്ടില് ടെസ്റ്റ് ചെയ്യും. അവിടെ കുന്നപ്പള്ളി ആദ്യം വീട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ജോലി കുന്നപ്പള്ളിയില് ഇന്നെ വെക്കേഷൻ സമയത്ത് കൊണ്ടുപോയിട്ട് അവിടെ ചോറും കിട്ടാനൊക്കെ വെച്ച് കളിച്ചൊക്കെ ഓർമ്മ ഉണ്ട്. അപ്പോഴേക്കും നമുക്ക് ഒരു കോൾ വന്ന് ഇങ്ങനെ കടുമാങ്ങയുടെ ഓർഡറിനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതുകൊണ്ടാണ് കേട്ടോ ഓർഡറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഡീൽ ചെയ്തത്. നമ്മൾ ആ ഒരു ഇതിലായിരുന്നു കുറച്ച് ദിവസം. വിളിച്ചപ്പോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അറിയുന്നവരോടൊക്കെ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും കുറെ ആൾ അറിയാത്തവർക്കും കൂടിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഇപ്പൊ ചെയ്യണത്.
ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ കമന്റില്. അപ്പൊ എന്നാ അത് പറയും ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ കുന്നപ്പള്ളിയൊക്കെ പോയിട്ട് വെക്കേഷൻ സമയത്തെ പോയിട്ട് ഇങ്ങനെ വെച്ചും കൂട്ടാനും കളിക്കാനൊക്കെ അവിടെ കുറെ മറ്റേ ചെമ്പരത്തി മേലകളും ഒക്കെ അല്ലേ. എന്നിട്ട് മറ്റേ ഷിബുവേട്ടന്റെ വീട്ടിലേക്കൊക്കെ കുഞ്ഞുത്തശ്ശി കൊണ്ടുപോകും പിന്നെ. എന്നിട്ട് പത്തിരി ഒക്കെ കഴിക്കുക അവിടുന്ന്. ഒക്കെ എപ്പോഴും ഓർമ്മ ഉണ്ട്. പിന്നെ ഉണ്ണി ഡോക്ടറെ സ്ഥലത്തു നിന്നാണ് 10 സെന്റ് സ്ഥലം വാങ്ങിയത്. റോഡ് സൈഡ് വീട് വെച്ച് താമസിച്ചത്. പ്രണവം വീട്ടുകാര് ചിലപ്പോ അറിയുണ്ടാവും, ആ ഭാഗത്തുള്ളവർക്കൊക്കെ ചിലപ്പോ അറിയുണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കുറെ കഴിഞ്ഞപ്പോ ജോലിയൊന്നും ചെയ്യാൻ വയ്യാതെ ഒക്കെ ആയി തുടങ്ങി. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ഭാവി നോക്കുന്ന ഒരാളാണ്. അപ്പൊ കുട്ടികൾക്ക് ഒരു ജോലി എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ കുന്നപ്പള്ളിയുള്ള സ്ഥലം കൊടുത്തിട്ട് പിന്നെ ഇപ്പൊ പോരൂര് വണ്ടൂര് ഭാഗത്ത് എന്തായാലും 2 മക്കൾക്കും ജോലി കിട്ടി. അപ്പൊ സുഖ. പിന്നെ ഇപ്പൊ ആദ്യം അനിയന്റെ കല്യാണമാണ് കഴിഞ്ഞ, രണ്ടാമത്തെ മകന്റെ കല്യാണമാണ് നടന്നത്. അതിലിപ്പോ 2 കുട്ടികളായി. പിന്നെയാണ് മൂത്താളത് കഴിയാനായിട്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും കുറെ അന്വേഷിച്ച് അതിന് യാത്ര ചെയ്തിട്ടും അങ്ങനെ ഇനി വയ്യാതെ അപ്പൊ പറഞ്ഞു പിന്നെ മകന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു, ഒരാളാവൂലോ പിന്നെയൊക്കെ എന്റെ. അപ്പൊ അവനെന്നെ അറിയാം എനിക്കിന്റെ അസുഖം ഇത്രയും എന്താ വെച്ചാൽ TBയുടെ അസുഖം ഉണ്ടായിരുന്നു. അത് കുറെ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ കണ്ടുപിടിച്ചത് അത്ര. പിന്നെ അപ്പോഴേക്ക് നല്ലോണമായി. അപ്പൊ ഇനിയിപ്പോ അത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുറയ്ക്കാന്നല്ലോ, അല്ല മുഴുവൻ മാറാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ കൊണ്ട് നടന്നിരുന്ന ആളായിരുന്നു. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ വന്നു. അന്നും കൂടി പിന്നെ എൻ്റെ അടുത്ത് രാത്രി ഇവിടെ നിന്നു. തറവാട്ടിൽ പോയിട്ട് രാത്രിത്തെ ഭക്ഷണം കഴിച്ച് രാവിലെ അവിടുന്ന് ചായയും പലഹാരം കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഓണപ്പട കൊടുക്കാന്നുള്ളൊരു ചടങ്ങൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഇവിടുന്ന് പോയത്. പിന്നെ പോയിട്ട് വേറെ എവിടെ തൃശ്ശൂർ ഭാഗത്ത് ഒരു ഉപനയനം പൂണൂരുള്ള അതിന് വേണ്ടി പോയി. പിന്നെ ഗുരുവായൂർ തൊഴാൻ മരിക്കണേന്റെ തലേ ദിവസം ഗുരുവായൂർ ബസ്സിൽ പോയിട്ട് തൊഴുതു പോകുന്നു. അതൊരു അത്ഭുതാട്ടോ അല്ലെ? നമുക്ക് അല്ലെങ്കിൽ അധികം ഓട്ടോറിക്ഷ വെച്ചിട്ട് പൈസ നോക്കാറില്ല. അവര് മക്കള് കൊടുക്കുക, അല്ലെങ്കിൽ അവര് കൊടുക്കും. അങ്ങനെ പൈസ ഇല്ലാച്ചിട്ട് ഒരു വിഷമമൊന്നുണ്ട്. അപ്പൊ പറയും പിന്നെ ആ ഓട്ടോനാ പോണത്, ഇവിടുന്ന് ചിലപ്പോ ഓട്ടോ വിളിച്ചിട്ട് പോകും. എന്നിട്ട് തന്നെ അങ്ങനെ വയ്യാത്തൊരു ക്ഷീണം പോലൊക്കെ ആയപ്പോ തന്നെ കുട്ടികൾ പറയാറുണ്ടല്ലേ യാത്ര ചെയ്യേണ്ട, റെസ്റ്റ് എടുക്കും. കേൾക്കില്ല, എല്ലാവരും എത്തണം, എല്ലാത്തിലും പങ്കെടുക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞാല് പിന്നെ ഇവിടെ പോയി കുറച്ച് ഉപനയനം കഴിഞ്ഞ് വരുമ്പോ തീരെ വയ്യാതെയായി ഇത്ര. അപ്പൊ പിന്നെ അവിടുന്ന് അവരെ ബന്ധത്തിൽ അവരുള്ളവരെന്നെ കാറില് വീട്ടിൽ കൊണ്ടാക്കി. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രി കുറച്ച് കുറവുണ്ടാക്കി ഇപ്പൊ പോണമെന്നില്ല. എന്നിട്ട് പിറ്റേ ദിവസം അതേ പിന്നെ അടുത്ത പാണ്ടിക്കാട് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവര് പറഞ്ഞു സീരിയസ് ആണ്, നീ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളൂ പറഞ്ഞു. അങ്ങനെയാണ് അൽഷിഫ ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ചു. അപ്പോൾ അവിടുന്ന് CT സ്കാൻ ചെയ്തു. പിന്നെ അവര് ICUലാക്കി. അങ്ങനെ കുറെ പിന്നെ രക്ഷയില്ലാന്നുള്ളതായി. പെട്ടെന്നാണ് മരണം ഉണ്ടായത്. അപ്പൊ എല്ലാവരും ചിലർ വിളിക്കുമ്പോ ചോദിക്കും ആ വീഡിയോയിലുള്ള കുഞ്ഞു മുത്തശ്ശിയാണോ എന്ന് ചോദിക്കും. മുത്തശ്ശിയുടെ അനിയത്തിയല്ലേ, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അറിയാത്തവർ ഇഷ്ടംപോലെ ആളുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ചിലർക്കൊക്കെ അറിയും, വീഡിയോ കണ്ടവർ ഇഷ്ടംപോലെ ഉണ്ട്. എന്നിട്ട് അതിന് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ വിളിച്ചിരുന്നു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കല്യാണ വീഡിയോ നന്നായിട്ടുണ്ട് കേട്ടോ, മുത്തശ്ശിയുടെ പോലെ തന്നെയാണല്ലേ കുഞ്ഞു മുത്തശ്ശി എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ കുഞ്ഞുമുത്തശ്ശി കുറെ പേർക്ക് ലാബ് ടെക്നീഷ്യൻ പഠിപ്പിച്ചു കൊടുത്ത് എപ്പോഴും പറയാം, ആദ്യം ഞാൻ എന്നെ കുത്താൻ പഠിപ്പിച്ചു. ആർക്ക് പ്രാക്ടീസ് ചെയ്ത് ആരായാലും എന്നെ കുത്തിക്കോളൂ, എന്നിട്ട് ശരിയാവട്ടെ എന്ന് പറയും. കാണുമ്പോ തന്നെ പേടിയായി, ഞരമ്പിൽ ഇങ്ങനെ ഇതാക്കി. അങ്ങനെ 6 ആളോളം അവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. 6 പോരാ തോന്നുന്നുണ്ട്, വേറെ ആൾക്കാർ അതിനേക്കാളും അധികം ഉണ്ട് തോന്നുന്നുണ്ട് എനിക്ക്. അവിടെ നിന്നിട്ട് രാത്രി അവിടെ നിക്കും, അങ്ങനെയൊക്കെ ദൂര സ്ഥലങ്ങളൊന്നും രാവിലെ വന്നിട്ട് വൈകുന്നേരം 5 മണിക്ക് പോണവര് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഒരു എന്താ വെച്ചാ ഒരു ഷോക്ക് പോലെയാണ്. എന്താ വെച്ചാ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും എന്താ അവർക്കൊക്കെ ജോലിയായി, അങ്ങനെ ജോലിയായി കഴിഞ്ഞവരിപ്പോഴും ജോലി ചെയ്യണവരാണ് ചിലവരൊക്കെ. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വരാൻ പറ്റാത്തവരെന്താന്ന് വെച്ചാൽ ചിലവർക്ക് ഈ രീതിയിൽ കാണാൻ മനസ്സിന് ഭയങ്കര വിഷമ പറഞ്ഞിട്ട് അങ്ങനെ വരാത്തവരും ഉണ്ട്. പിന്നെ നമ്മളിപ്പോ 3-4 ദിവസം നമുക്ക് പേലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാട്ടോ വീഡിയോ ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നത്. ഇന്നലെ ഇപ്പൊ കഴിഞ്ഞോണ്ട് ഇപ്പൊ ഇന്നലെ ഇട്ടത്. പിന്നെ ഇന്നലെ നമ്മളവിടെ പോയിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോകാനൊരു ചടങ്ങുണ്ടല്ലോ, ഇന്നലെ പോയി.
ഇനിയിപ്പോ ഇനി നാളെയാണ് സഞ്ചയനം വരുന്നത്. അപ്പൊ അതിന് പോണം. കഴിഞ്ഞ് പിന്നെ പുണ്യാഹത്തിന്റെ 11-നാണ് ഞങ്ങക്ക് പുണ്യാഹം. അതെ. പിന്നെ കുഞ്ഞുത്തശ്ശിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആരെപ്പോ പരിചയപ്പെട്ടാലും അവർക്കൊരു ജോലിനെ പറ്റി സംസാരിക്കുക. ഞങ്ങളോടൊക്കെ പറയലുണ്ട് കേട്ടോ, അമ്മ ഇത് പഠിച്ചിട്ട് ഇതാക്കിക്കോളൂ TTCക്ക് ചെയ്യൂ, BEd ചെയ്യൂ, ഇങ്ങനെ തന്നെ പറയൂ കേട്ടോ. പിന്നെ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മളെ താല്പര്യപ്പെടുത്തും. പിന്നെ തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, ഹരിശ്രീ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു കുന്ന് കണക്കിനുണ്ടാവും കേട്ടോ അവിടെ. അത്രയും വാങ്ങിക്കാറുണ്ട്. അതെ അതെ. ആദ്യം കണ്ണമാനല്ലേ ജോലി കിട്ടിയ? അതെ. അപ്പമാനാണ് പിന്നെ കിട്ടിയത്. കല്യാണം കഴിഞ്ഞാല് എന്തായാലും മനസ്സിലായി അതെ അതെ. നമ്മള് പറയില്ലേ എല്ലാം ചെയ്തു വെച്ച് ഒക്കെ യാത്രയായി എന്ന് പറയണ പോലെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് എന്തായാലും എല്ലാം മനസ്സ് നല്ല സമാധാനായിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ മുത്തശ്ശി പോയത്. അത് ഭയങ്കര ഒരു ഇതായി. എല്ലാരും പറയും അത് അവിടെ ഇന്നലെ ഇപ്പൊ നമ്മള് കുട്ടേട്ടന്റെ അവിടെ പോയപ്പോഴും പറഞ്ഞു ജോലി ശരിയായി, അപ്രൂവലായി. എന്ത് വിവരം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ എന്താ നടന്നത് ഫോൺ വിളിക്കും. നമുക്ക് ഓരോരോ കാരണങ്ങൾ കൊണ്ട് പെട്ടെന്നൊന്നും വിചാരിച്ചാൽ പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് ചെന്നിട്ട് ഞങ്ങൾ ചെല്ലാതെ പക്ഷെ അതിന്റെ മുമ്പ് ആള് ഇങ്ങോട്ട് എത്തും ഓരോ കാര്യങ്ങൾ പറയാനും അന്വേഷിക്കാനും. പെരുന്തോണ്ണ വരാൻ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഊണ് കഴിക്കാണ്ടാവും. രാവിലെ ചായ പിള്ളേരും കഴിച്ചേ പോകുള്ളൂ. അവിടെ ചിലപ്പോ അവിടെ നിക്കും. പിന്നെ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാ പോവുക. ഇവിടെ വരുമ്പോഴേ തന്നെ കുഞ്ഞാക്കും മാളൂനൊക്കെ മാല. കുഞ്ഞുമാവ എന്താ പറഞ്ഞറിയ ഞാൻ ചോദിച്ചപ്പോ, കുഞ്ഞുമുത്തശ്ശി അമ്പലത്തിൽ പോയതാണ്, ഇനി വരില്ല. അമ്പാട്ടി പോയി പറയും. അമ്പാട്ടി പോയതാണ്, ഇനി വരില്ല. മാല തന്നു, പൈസ തന്നു. വരുമ്പോക്കെ മാല ഗുരുവായൂരൊക്കെ പോയി വരുമ്പോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ മാസത്തിലോ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴൊക്കെ പോകുമ്പോ വരുമ്പോക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരാൾക്ക് നല്ല ഇവിടെ അടുത്തുള്ളപ്പോ തറവാട്ടിലായാലും എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഒരേപോലെയുള്ള കളർ ചേഞ്ച് മാലകളും ഞങ്ങൾക്ക് ബ്ലൗസിന്റെ തുണി മാറി മാറി വാങ്ങി തരും. എന്താ വെച്ചാലും കഴിയണല്ലേ. ഇപ്പൊ നമ്മള് ഓണത്തിന്റെ സമയത്തും കൂടെ എല്ലാരും വകയും നമ്മള് സെറ്റുമുണ്ട് കൊടുത്തപ്പോഴും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞുമുത്തശ്ശിക്ക് കൊടുത്തു വളരെ സന്തോഷമായി. അമ്മ കൊടുത്തപ്പോ അമ്മ ആദ്യമായിട്ടാണ് കൊടുത്തത്. ഞാൻ ആദ്യമായിട്ടാണ് എനിക്കിപ്പോ പൈസ, ഞാൻ സ്വന്തമായിട്ട് ഇപ്പൊ പൈസ ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം കൊടുക്കണത്. കൊല്ലം എനിക്ക് കൊറേ എല്ലാരും തന്നു കൊറേ. അതെ അതെ. എന്നിട്ട് പറയും ചെയ്തു നല്ല ഭംഗിയുണ്ട്, എല്ലാ സെറ്റ് കൊണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ഇനി അടുത്ത കല്യാണം അങ്ങൊക്കെ കൊടുക്കാം. അതെ അതെ. അപ്പൊ പിന്നെ പിറന്നാളിലുമായി പിന്നെ ഓണത്തിനായി അങ്ങനെ നമ്മളെ ബന്ധത്തിൽ നിന്ന് വന്നിട്ട് വീട്ടിക്ക് വരാനുള്ള ഒരാളായിരുന്നു അനിയത്തി. അപ്പൊ അത് മുത്തശ്ശി നിങ്ങൾ എത്ര വയസ്സ് വ്യത്യാസം ശരിക്കും? 3 വയസ്സിന്റെ വ്യത്യാസം. ഞാനും ഏട്ടനുമായിട്ട് 3 വയസ്സിന്റെ വ്യത്യാസം. അങ്ങനെയാണ്. അപ്പൊ നമ്മളിത് എല്ലാരും അറിയിക്കാന്ന് ആദ്യം നമ്മൾ വിചാരിച്ചില്ലായിരുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിട്ടില്ല. പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ കുറെ ദിവസമായില്ലോ ഇപ്പൊ വീഡിയോ ഷോർട്സ് മാത്രം നമ്മളിപ്പോ പെൻഡിങ് ചെയ്ത് വെച്ചതാണ് ഇപ്പൊ നമ്മൾ ഇട്ടോണ്ടിരുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മൾ വീഡിയോയിൽ കാണാത്തോണ്ട് നമ്മൾ എന്താ എവിടെയാന്നുള്ളൊരു വാട്സപ്പിലേക്കൊക്കെ കുറെ പേര് ഇപ്പൊ നേരത്തെ തന്നെ കോള് വന്നതും ഇപ്പൊ കണ്ടില്ലേ. അപ്പൊ അങ്ങനെ വിളിച്ചോണ്ട് എന്താ പറയാനുള്ള കുഞ്ഞുമുത്തശ്ശി ഉടൻപണം ഓഡീഷനൊക്കെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. സ്ഥലത്ത് കോഴിക്കോട് പോയി, പിന്നെ കണ്ണൂര് പോയി, ഒറ്റയ്ക്കാ പോയത്. എല്ലാം ചെയ്യണം അല്ലെങ്കിൽ എല്ലാത്തിലും പങ്കെടുക്കണം എന്നും അതിന് ഒറ്റയ്ക്ക് എത്തും. ദേഹം ഒന്നും നോക്കില്ല, വയ്യായി ഒന്നും നോക്കാതെ എല്ലാത്തിനും ഓടി നടന്ന് അങ്ങനെ എല്ലാ പരിപാടിക്കും പോണ ഒരാളായിരുന്നു. അതെ അതെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കുറച്ച് ദിവസം ഇടാണ്ടിരുന്നത്. അപ്പം എന്നാൽ എല്ലാവരോടും ശരിയല്ലേ? അപ്പോൾ ശരി കേട്ടോ.